എന്താ വരേ ഈ വഴിക്കൊന്നും കാണാറില്ലല്ലോ. നാണവും മാനമുള്ളവർക്ക് ഈ വഴിക്കുന്നല്ല ഒരു വഴിക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത തരത്തിലുള്ള വർത്തമാനമല്ലടോ കേൾക്കണത്. തൊലിവെളുപ്പുള്ള പെൺകുട്ടികളെ കാണുമ്പോൾ ചില ആൾക്കാർക്ക് ഒരു ഇളക്കാണ്. ഇളക്കം ആരെ പറ്റിയാ പറയണേ? വേറെ ആരെ പറ്റിയാ? ആ മാഷല്ലേ സാഹിത്യം. പകലൊക്കെ എന്തൊരു മാന്യ ശ്രീമാൻ. അല്ലെങ്കിൽ ഒന്ന് ആലോചിക്ക, ആണും തൂണുള്ള കുടുംബത്തിൽ താമസിക്കുക, വല്ല മേത്തന്റെ കുടിലും കഴിയണ്ടെന്നും പറഞ്ഞ് നമ്മുടെ മേലിന് എത്ര തവണ വിളിച്ചതാണ്? വന്നോ? വന്നില്ല. ഏടോ എന്റെ വാര്യത്തേക്ക് ക്ഷണിച്ചതല്ലേ? വന്നോ? വന്നില്ല. എങ്ങനെയാ വരിക? ടീച്ചർ അവിടെ താമസിക്കുന്നതാണ് മാഷിക സൗകര്യം. ആചാർക്കും വേണ്ടാത്ത വർത്താനം പറഞ്ഞാണ്ടല്ല. അത് ശരി, വർത്താനം പറയണോ വെച്ചു പ്രവർത്തിക്കാം. നിനക്കും ഇതിലൊരു പങ്കുണ്ടോ? അല്ലെ കളവിരിക്കോ? നല്ല പ്രായല്ലേ. എന്നെ പറ്റി എന്തോടോ പറഞ്ഞോ? പക്ഷെ ടീച്ചറെ പറ്റി പറഞ്ഞുണ്ടല്ലോ കൊന്നു. അത്രയ്ക്ക് അഹങ്കാരമായോ മീൻകാരന്? വാരരെ തല്ലിയാൽ അത് നമ്മളെ തല്ലുന്നു പോയാ. ഇതൊക്കെ കേട്ടിട്ട് വണങ്ങാൻ നിൽക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? ആ പരട്ട മാഷയുടെയും ഹാജിയാരുടെയും തോന്നിയാസം കാരണം നമുക്കിവിടെ സമാധാനമായിട്ട് ജീവിക്കാൻ വയ്യാതായി. അടിക്കണം. നമ്മളെ തൊട്ടവൻ വിവരം അറിയണം. അല്ല നോമങ്ങോട്ട് നേരിട്ട് ഇടപെടണോ? ആരെങ്കിലും അങ്ങോട്ട് ഏർപ്പാടാക്കിയാ പോലെ. അതുപോലെ നമ്മളെന്നെ നേരിട്ട് അങ്ങോട്ട് ചെന്നിട്ട് നാലെണ്ണം അങ്ങോട്ട് കീറി കൊടുക്കണം. അടി കൊണ്ടപ്പോ ഈ ചൂടൊക്കെ എവിടെ പോയി? രമേശ വരുന്നേ. ഇത്ര വേണോ കുഞ്ഞാലിയെ? നിങ്ങൾ എന്തിനാ പേടിക്കണേ? ഇതുവരെ കുഞ്ഞാലി വാങ്ങിക്കൊണ്ടുപോയ മീൻ തിരികെ കൊണ്ടുവന്ന ചരിത്രം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇട്ടോളി. മുഴുവൻ ഇട്ടോളി. പറയുമ്പോ കടയടയ്ക്കാൻ പറ്റില്ല. എന്താ ഓന് കടയടയ്ക്കാൻ കഴിയില്ല? നീ കട അടക്കില്ലല്ലേ? അതിന് വേണ്ട. അടുത്ത് പൊളിക്കാത് നിർത്ത.
അസീസേ, ഇതൊരു വർഗീയ കലാപമാക്കി മാറ്റരുത്. ഈ കച്ചവടക്കാർ എറ്റ് ചെയ്തു നിങ്ങളോട്. ഈ പാവങ്ങളുടെ ജീവിതം നശിപ്പിച്ചാണോ പകരം വീട്ടുന്നത്? വെറുതെ ആളുകളുടെ മനസ്സിൽ വിഷം കുത്തിവെക്കരുത്. ആരാ ഇവിടെ ബെസം കുത്തിവെച്ചേ? ഞാനോ അതോ നിങ്ങളോ? കാര്യം കാണാനായി ആ മേനോന്റെ കൂടെ ചേർന്ന് ഇന്ന് നാട്ടില് സമാധാനം നശിപ്പിച്ചില്ലേ? ഈ നാട്ടിലെ കാര്യം നോക്കാൻ ഇവിടെ ഉള്ളവരുണ്ട്. അതിന് അന്യനാട്ടുകാർ വേണ്ട. ആരാ പറഞ്ഞ അസീസ് അന്യനാട്ടുകാരെന്ന്? ഓ നമ്മുടെ ആളാ. നമ്മുടെ ആളുകൾ എവിടെ ഉണ്ടെങ്കിലും ഒന്നാ. എല്ലാ ആളുകളും ഒന്നാണെന്ന് തോന്നലുണ്ടെങ്കിൽ നിങ്ങൾ ഈ അക്രമം കാണിക്കുവോ? അസീസേ, ഇപ്പൊ നിനക്ക് മാത്രമേ അവരെ നിയന്ത്രിക്കാൻ പറ്റൂ. പട്ടിയെ തള്ള പോലെ പാവപ്പെട്ട കുഞ്ഞാലിനെ അവന്മാർ തല്ലിയപ്പോ എവിടെ പോയിരുന്നു മാത്രം എങ്ങനെ നാക്ക് തല്ലുകൊണ്ട് ചാവാറായി വഴി കിടന്നപ്പോ നിങ്ങൾക്ക് ഓരോക്കെങ്കിലും തോന്നിയത് ശരിയല്ലെന്ന്. ഇനി നമ്മൾ ഓർക്കൂല. കുഞ്ഞാലി നമ്മുടെ ആളാണ്. ഓനെ തല്ലിയവനെ നമ്മൾ വെറുതെ കരുതണ്ട. അതിന് കുഞ്ഞാലിക്ക് പരാതിയില്ലല്ലോ. പരാതിയുണ്ട്, ഞമ്മക്ക് പരാതിയുണ്ട്, കുഞ്ഞാലിക്കും പരാതിയുണ്ട്. ഞമ്മക്കൊരു പരാതിയില്ല. എന്റെ പേരും പറഞ്ഞ ആരും പക്കാലത്ത് പിടിക്കാൻ വേണ്ട. എന്താ പറഞ്ഞ നമുക്ക്? അനക്ക് പരാതിയില്ലെന്നോ? നാണോ ഇല്ലല്ലോ നിനക്ക്? എന്നാ ഞമ്മക്ക് പരാതിയുണ്ട്. ഇസ്ലാമിനെതിരായി ആര് വന്നാലും ശരി ഓന്റെ കുടൽ ഞമ്മളെടുക്കും. നിസ്കാരത്താമ്പി തൊട്ട് കളിച്ചാണ്ടല്ലോ. നിസ്കാര ടൈമിനെ പറ്റി പറയാൻ അനക്കെന്താണ്ട് അവകാശം? ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിൽ തല്ലിച്ചാകണമെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ? എന്റെ പേരും പറഞ്ഞ് ഭയക്കൊണ്ടാക്കി മുതലെടുക്കാൻ നമ്മൾ ആരെയും സമ്മതിക്കില്ല. കൂട്ടം തെറ്റി ഒറ്റ കൊടുത്ത ഓണ് തലയുടെ ആദ്യം ഒത്തുപോകരുത്. നോക്കി നിൽക്കാൻ തച്ചട കണ്ടിട്ട്. അതിന് ചങ്കുറപ്പുള്ള ഏതെങ്കിലും ആൺകുട്ടിയുണ്ടോ ഇപ്പോ ഇക്കൂട്ടത്തിൽ? ദേ കുഞ്ഞാലി, അടിക്ക്. ധൈര്യമുള്ളവരുണ്ട്, അടിക്ക്. ഇവന്റെ ഒരു രോമത്തിന് കേടുവന്നാലുണ്ടല്ലോ ഇവിടെ ചോരപ്പുഴ ഒഴുകും. അസീസേ, അതിലാദ്യം പോകുന്നത് നീ ആയിരിക്കും. ഓന്റെ തൊള്ളയിൽ കുറച്ച് പൂഴ്വാരിയിട്ട് നിക്കട അവിടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. നന്നാവൂല. പടച്ചോ നേരിട്ടു എന്ന് പറഞ്ഞാലും ഓ നന്നാവൂല. അന്ന് ടീച്ചറെ പുറത്താക്കണം എന്നായിരുന്നു ഡിമാൻഡ്. ഇപ്പോ സമുദായക്കാരെ ഇളക്കി വിട്ടാ ഓന്റെ കളി. ഇനി ഞമ്മളെ കൊണ്ട് ഇത് താങ്ങാൻ കഴിയൂല മാഷേ. എന്റെ മോക്ക് ഈ ബന്ധം വേണ്ട. ഓ ഇഞ്ഞു വെച്ചോട്ടെ. അജയരെ, വേണ്ട, ഒന്നും പറയണ്ട. ഞമ്മക്ക് ഇങ്ങളോട് ബഹുമാനമുണ്ട്. എന്ത് കാര്യവും ഇങ്ങളോട് ചോദിക്കാതെ നമ്മൾ ചെയ്തിട്ടില്ല. പക്ഷേ ഈ കാര്യത്തില് മാഷ് ഒന്നും പറയരുത്. ഇല്ല, ഞാനൊന്നും പറയുന്നില്ല. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. പക്ഷെ ഒന്ന് ആലോചിക്കണം, ഒരു മൊഴിചൊല്ലിൽ അവസാനിപ്പിക്കാവുന്ന കാര്യമാണോ ഇത്? ഇനി വേറെ ഒന്നും ചിന്തിക്കാനില്ല മാഷെ. ഇന്ന് നിങ്ങൾ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ എന്റെ മരുമോന്റെ മയ്യത്ത് ഞാൻ ചുമക്കേണ്ടി വരില്ലായിരുന്ന, എന്റെ മോളുടെ കണ്ണീര് ഞാൻ കാണേണ്ടി വരില്ലായിരുന്ന. ഇപ്പൊ ഹാജിയാരെടുത്ത ഈ തീരുമാനത്തിലും മകളുടെ കണ്ണീര് കാണേണ്ടി വരില്ലേ? അത്ര പെട്ടെന്ന് മുറിച്ചു മാറ്റാവുന്നതാണോ കുടുംബബന്ധം? ജീവിതത്തിലേക്ക് അവള് കടന്നു വന്നിട്ടേ ഉള്ളൂ. കുടുംബം, ഭർത്താവ്, കുട്ടികൾ, ഇനിയും എത്രയെത്ര സ്വപ്നങ്ങൾ ബാക്കിയാണ്. നിങ്ങളെപ്പോലൊരു വലിയ മനുഷ്യൻ ഒരിക്കലും അത് ചെയ്യരുത്. വേണ്ടി വന്നാൽ അസീസിനെ കണ്ട് ഹാജിയാർ സംസാരിക്കണം. നമ്മൾ സംസാരിക്കാത്തോണ്ടാ? ഓനെ ആദ്യം കണ്ടപ്പോഴും വർത്തമാനം പറഞ്ഞപ്പോഴും നിക്കാഹ് ഉറപ്പിച്ചപ്പോഴും എന്ത് മര്യാദക്കാരായിരുന്നു. ഞമ്മടെ നിലയ്ക്ക് പറ്റിയ ബന്ധമാണെന്ന് കരുതി. അവിടെ ഞമ്മക്ക് തെറ്റി. എന്റെ മോളുടെ ഭാവി ഞാൻ കുരുതി കൊടുക്കുക എന്ന് കരുതിയില്ല മാഷെ. ഞാൻ അസീസിനെ ന്യായീകരിക്കുകയല്ല. പെട്ടെന്നൊരു തീരുമാനം ഹാജിയാർ എടുക്കുന്നതിനെ കുറിച്ചേ പറഞ്ഞുള്ളൂ. നാളെ കണ്ണീരും കൈയുമായിട്ട് മോള് വീട്ടിൽ നിൽക്കുമ്പോ ഹാജിയാർക്ക് തോന്നും ചെയ്തത് തെറ്റായിപ്പോയെന്ന്. വേണമെങ്കിൽ പറിച്ചെടുക്കാം. എന്നാ തന്നെ ആ ജീവിതം പിന്നീട് തളർക്കുമെന്ന് ഹാജിയാർക്ക് ഉറപ്പുണ്ടോ? ഞങ്ങളുടെ ആൾക്കാരെ അടിക്കാൻ തയ്യാറാക്കി നിർത്തിയിരുന്നതാ. അപ്പോഴാ ശേഖരൻ കയറി ഇടപെട്ടത്. എന്ത് ശേഖരൻ? പേരെ കത്തുമ്പോഴല്ലേ വാഴ വെട്ടേണ്ടത്. ഇത്രയും നല്ലൊരു അവസരം ഇനി ജീവിതത്തിൽ കിട്ടുമോ? ഒരു നാട് മുഴുവൻ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വെട്ടും കുത്തുകയും മാറിയാലേ അതിന്റെ മറവിൽ നമുക്ക് എന്തൊക്കെ നേടായിരുന്നു. ഛേ, ഒക്കെ നിങ്ങൾ കളഞ്ഞു വിളിച്ചില്ലേ? വേണമെങ്കിൽ ഒരടിയും കൊണ്ട് നടത്താം. അതൊന്നും വേണ്ട. അവരുടെ സ്കൂൾ ആഘോഷം പൊളിക്കണം. ആ വഴിക്കായിരിക്കണം നമ്മൾ ചിന്തിക്കേണ്ടത്. വാടകയിൽ ഒട്ടും സ്ഥലമില്ല. എവിടെങ്കിലും കിടത്തി തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്ക്. യെസ് ഡോക്ടർ.
ടീച്ചറെ കെട്ടിപ്പിടിച്ച് എത്ര രാത്രിക്കും നമ്മളൊന്ന് കാണട്ടാ. ആര്യാരെ നിങ്ങളെ തടി പിറക്കാക്കണ്ടി ഓരോ പറഞ്ഞു വെച്ചോളി. ഇങ്ങോട്ട് ഇറങ്ങി വാടാ. എടാ ഇങ്ങോട്ട് ഇറങ്ങി വരാൻ കള്ളമാഷേ. ഇങ്ങോട്ട് വരാൻ പറയും സാറേ. എടാ കള്ളമാഷേ ഇറങ്ങി വാ. കുട്ടികളെ കൊലക്കൊടുത്ത് നീയൊക്കെ അകത്ത് സൂക്ഷിക്കാമോ? ഇങ്ങോട്ട് ഇറങ്ങി വരാനാണ് പറഞ്ഞത്. എടാ ഇറങ്ങി വരാൻ. എടാ നിങ്ങളോടാണ് പറഞ്ഞത് ഇറങ്ങി വരാൻ. ഇറങ്ങി വരാൻ. എടാ ഇറങ്ങി. അരവിന്ദ മൂർത്തി, ഇങ്ങോട്ട്